വന്നിടുമിനിയും മന്നവനാ, വന്നിടുമിനിയും മന്നവനാ. കാലത്തിലും ക്രിസ്തു മാറുന്നില്ല, കാരണത്താലും എന്നെ കൈവിടില്ല. കാലത്തിലും ക്രിസ്തു മാറുന്നില്ല, കാരണത്താലും എന്നെ കൈവിടില്ല. നിത്യവും കാത്തിടാമെന്ന നല്ല വാഗ്ദത്തം തന്ന സർവേശ്വരനാ, നിത്യവും കാത്തിടാമെന്ന നല്ല വാഗ്ദത്തം തന്ന സർവേശ്വരനാ. അത്യുന്നതന്റെ മറവിൽ വസിക്കും, അത്യുന്നതന്റെ മറവിൽ വസിക്കും. ഭക്തജനങ്ങൾ ഭാഗ്യമുള്ളൂ, ഭക്തജനങ്ങൾ ഭാഗ്യമുള്ളൂ. എക്കാലത്തിലും ക്രിസ്തു മാറുന്നില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ല. എക്കാലത്തിലും ക്രിസ്തു മാറുന്നില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ല. കളങ്കമെന്നിയെ ഞാൻ ഒരിക്കൽ പഴുതു നദിയിൽ തഴയിരുന്നു, കളങ്കമെന്നിയെ ഞാൻ ഒരിക്കൽ പഴുതു നദിയിൽ തഴയിരുന്നു. പാടി സ്തുതിക്കും പരമനാമം, പാടി സ്തുതിക്കും പരമനാമം. കോടി കോടി യുഗങ്ങളെല്ലാം, കോടി കോടി യുഗങ്ങളെല്ലാം. എക്കാലത്തിലും ക്രിസ്തു മാറുന്നില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ല. എക്കാലത്തിലും ക്രിസ്തു മാറുന്നില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21-6 വാക്യം. കർത്താവ് എന്നോട്, നീ ചെന്ന ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവത്തിന്റെ കാവലിൽ പങ്കാളിയാകുക എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട പൗരന്മാരിൽ ഒരു കൂട്ടരുടെ ഉത്തരവാദിത്വമാണ് കാവൽ കാക്കുക എന്നുള്ളത്. കാവൽ കാക്കുന്നവനെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നു. കാവൽക്കാരന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഭാരിച്ച ഉത്തരവാദിത്വമാണ് കാവൽക്കാരുടെ മേൽ സ്വർഗസ്ഥനായ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. രാത്രി ഉണർന്നിരുന്ന് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തോ അത് കാത്തു സൂക്ഷിക്കുന്നതാണ് കാവൽക്കാരന്റെ ചുമതല. കേവലം ഒരു കാവൽക്കാരൻ ചുമതലയിൽ ഉണ്ടായിട്ടും സർവശക്തനായ ദൈവം നമ്മെയും നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെയും കാത്തു പരിപാലിച്ചില്ലെങ്കിൽ കാവലിനാക്കി വെച്ചവൻ ഉണർന്നിരുന്നിട്ടും ഒരു പ്രയോജനവുമില്ല. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. പ്രിയ ദൈവരാജ്യത്തിൽ കാവൽക്കാരന്റെ ചുമതല തന്ന് ദൈവം നിയോഗിച്ച് ആക്കി വച്ചിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ അവരുടെ ഉത്തരവാദിത്വം മടിക്കാതെ, അവർ അലസരായി കഴിയാതെ അത് ചെയ്യുമ്പോൾ പരിശുദ്ധനായ ദൈവം തൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ആ കാവലിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ദേശത്തിൻ്റെ കാവൽ, സഭയുടെ കാവൽ, കുടുംബത്തിൻ്റെ കാവൽ, തലമുറകളുടെ കാവൽ എന്നിങ്ങനെ വ്യത്യസ്ത കാവലുകൾ ദൈവം നമ്മെ ഓരോരുത്തരെയും പരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് തിരുവചന പഠനത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓരോ വിശ്വാസിയിലും കാവൽ കാക്കുവാനുള്ള ചില പ്രത്യേക നിയമനങ്ങളുണ്ട്. അതിലാദ്യത്തേത് താൻ തന്നെ തന്നെ കാവൽ കാക്കണമെന്നുള്ളതാണ്. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും താൻ തന്നെ തന്നെ സൂക്ഷിക്കുകയും തന്നിൽ ദൈവം പകർന്ന ദൈവകൃപ ചോർന്നു പോകാതെ താൻ തന്നെ തന്നെ കാവൽ ചെയ്യണം. അതിന് താൻ ആത്മാവിൽ ഉണരേണ്ടത് ആവശ്യമാണ്. അടുത്ത ഒരു നിലവാരം താൻ ഇടിവിൽ നിൽക്കുന്നവനാകണം. ഇടിവിൽ നിൽക്കുക എന്നത് മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളതാണ്.
ആത്മഭാരത്തോടെ ഇടിവ് നിൽക്കുവാൻ സഭയിൽ വിശ്വാസികൾ ഉണ്ടെങ്കിൽ, ഉത്തരവാദിത്വ ബോധത്തോടെ ഇടിവ് നിൽക്കുവാൻ കുടുംബത്തിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, സഭ ഉണർത്തപ്പെടും, ഉദ്ധരിക്കപ്പെടും, കുടുംബം അനുഗ്രഹിക്കപ്പെടും, സഭയ്ക്കകത്ത് ആത്മീയ ശുശ്രൂഷകൾ വെളിപ്പെടും, കുടുംബത്തിൻ്റെ അകത്ത് മറുപടികളും വിടുതലുകളും ഉണ്ടാകും. സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജനം വിശുദ്ധിയും വേർപാടും തികച്ച്, കുടുംബാംഗങ്ങൾ വിശുദ്ധിയും വേർപാടും തികച്ച് ആത്മമണവാളന്റെ വരവിനായി ദാഹമുള്ളവരായി തീരും. ശുശ്രൂഷകന്മാർ വർദ്ധിത വീര്യത്തോടെ അവരുടെ ശുശ്രൂഷകൾ നിവർത്തിക്കുവാനിടയാകും. ദൈവസഭയിലെ തലമുറകൾ ആത്മീയ നിലവാരം പുലർത്തുന്നവരായി തീരും. സഭയ്ക്കകത്ത് ക്ഷാമമോ രോഗമോ മരണമോ പ്രവേശിക്കാതെ കാക്കപ്പെടുവാനും ഇടയാകും. ഇപ്രകാരമുള്ള ഒരു ഇടിവിൽ നിൽപ്പ് ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ ആ കുടുംബം സഭയ്ക്കും ദേശത്തിനും വെളിച്ചം പകരുവാൻ ഇടയാകുകയും പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന്, പൈശാചിക ബാധകളിൽ നിന്ന് ആ കുടുംബം വിടുവിക്കപ്പെടുവാൻ ഇടയാകുകയും ആ കുടുംബത്തിലെ വ്യക്തികൾ ആത്മീയ, ശാരീരിക, മാനസിക ആരോഗ്യമുള്ളവരായി തീരുകയും ആ കുടുംബത്തിൽ സമാധാനം ഉളവാക്കപ്പെടുകയും അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാനും അവർ വശീകരണത്തിന്റെ ചതിക്കുഴികളിൽ പെട്ടുപോകാതെ വീണുപോകാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നവരായും ദൈവസഭയിലെ ആത്മീയ ആരാധനകളിൽ ആത്മാവിൽ പങ്കെടുത്ത്, ആത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ട്, ആത്മാവിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി ദൈവിക അനുഗ്രഹം കൈവരിക്കുന്നവരായി തീരുകയും ചെയ്യും. ഇനി ഈ ഇടിവ് നിൽപ്പ് ദേശത്തിനു വേണ്ടിയാണെങ്കിൽ, പാർക്കുന്ന ദേശത്തിനു വേണ്ടി ഇടിവ് നിൽക്കാൻ വിശ്വാസികൾ തയ്യാറായാൽ, ദൈവം എന്നെ അതിനായി ഈ ദേശത്താക്കി വച്ചിരിക്കുന്നു എന്ന ബോധ്യമുള്ളവരായി ദേശത്തിന് കാവൽ ചെയ്യുവാൻ ഇടയായാൽ, പ്രിയരെ, ദൈവിക ന്യായവിധിയിൽ നിന്നും ദേശം വിടുവിക്കപ്പെടാൻ സൗഖ്യവും സമൃദ്ധിയും ദേശത്തിനുണ്ടാകുകയും ജനസമൂഹം വിടുവിക്കപ്പെടാൻ ഇടയാകുകയും ചെയ്യും എന്ന് മറക്കരുത്. ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ വിശുദ്ധന്മാർ എഴുന്നേറ്റാൽ ദേശത്ത് ദൈവജനം, ദൈവസഭ മുഖാന്തരം യഹോവയായ ദൈവത്തിൽ ദേശത്ത് സംരക്ഷണം ഉണ്ടാകും. യഹോവയായ ദൈവമാണ് പട്ടണത്തെ കാക്കുന്നത്. തന്നെയുമല്ല, ദേശത്ത് പാപികൾ മാനസാന്തരപ്പെടും, രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും. ദേശത്തിനുമേൽ ദൈവം ഒരു ഉണർവിനെ അയക്കും. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും എന്ന് എഗസ്കൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയരെ, ദൈവം ഇന്നും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ദൈവം തിരയുന്നുണ്ട്. നശിപ്പിക്കാതെ വണ്ണം പ്രാർത്ഥനയുടെ മതിൽ കെട്ടി ദൈവം മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഇന്നും വിശ്വാസികളെ ദൈവം തിരയുന്നു. നാം ഓരോരുത്തരും ദൈവദൃഷ്ടിയിൽ കണ്ടെത്തപ്പെടുമോ? നാം ഇടിവിൽ നിൽക്കാൻ നിയോഗമുള്ളവരാണ് എന്ന് മറന്നു പോകരുത്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രിയരെ നാം ശക്തമായി മധ്യസ്ഥത അണയ്ക്കുവാൻ മറക്കരുത്. ശുശ്രൂഷകന്മാർ അവരുടെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കേണ്ടതിന്, സാത്താൻ ഒരുക്കുന്ന പ്രലോഭനങ്ങളിൽ കുടുങ്ങി വീണുപോകാതിരിക്കേണ്ടതിന് വേണ്ടി, അവർ ദൈവരാജ്യത്തിന് ലാഭമായിരിക്കേണ്ടതിന് വേണ്ടി നാം ഇടിവിൽ നിൽക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. നീതിമാന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണ് കേട്ടോ. നാം നമ്മുടെ കടമ നിർവഹിക്കുന്നവരാകണം. കൂടപ്പിറപ്പുകളെ, നാം ഇടിവിൽ നിൽക്കുന്നവരാണോ? കാവൽ കാക്കുന്ന ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നാം പ്രാപിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ വിഷയങ്ങൾ സ്വന്തം വിഷയങ്ങളായി ഏറ്റെടുക്കുന്നതാണ് ഇടിവിൽ നിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മറക്കരുത്. രണ്ട് വ്യക്തികൾക്കിടയിൽ, രണ്ട് വിഷയങ്ങളുടെയോ രണ്ട് ശക്തികളുടെയോ നടുവിൽ ഇടിവിൽ നിൽക്കുക. ഇതിന് സമർപ്പിക്കുന്നവരെ ദൈവം തന്റെ ശക്തിയാൽ നിറയ്ക്കുകയും അവരുടെ അപേക്ഷ കേൾക്കുകയും ഉത്തരമരുളുകയും ചെയ്യും. അവർക്ക് ദൈവസന്നിധിയിൽ പ്രത്യേക പ്രതിഫലം ഒരുക്കിയിട്ടുണ്ടെന്നും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം താല്പര്യങ്ങളും ആവലാദികളും മാറ്റിവെച്ച് ദൈവം എന്നെ വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യമുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തിന്റെ ഉപദേശപ്രകാരം ഇടിവിൽ നിൽക്കുവാൻ പ്രിയരെ സമർപ്പിക്കുക. ദൈവത്തിന്റെ കാവലിൽ നമുക്കുള്ള പങ്കാളിത്തത്തിനായി നമുക്ക് കാവൽക്കാരാകാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ഈ സമയം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട്
ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കർത്താവെ കാവൽ കാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിരിക്കുന്നു, അവരെ നിയോഗിച്ചിരിക്കുന്ന ബോധ്യത്തോടെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കപ്പെടാൻ എല്ലാവരെയും സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ആരോ കാവൽ കാത്തതിൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആരോ ഇടിവിൽ നിന്നതിൻ്റെ, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആരൊക്കെയോ ഇടിവിൽ നിന്നതിൻ്റെ കർത്താവ് വെളിച്ചത്തിലാണല്ലോ ഞങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കാവൽ അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് ലഭ്യമായത്. ആകയാൽ ഞങ്ങളും അതേ ഉത്തരവാദിത്വം നിറവേറ്റി അനേകർ വിടുവിക്കപ്പെടുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടാൻ, ദൈവരാജ്യം അവൻ വളരുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട മൻകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകലിൽ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ, അവരുടെ വിഷയങ്ങളുടെ മേൽ കർത്താവ് മറുപടികളും വിടുതലുകളും കൽപ്പിച്ചയക്കണമേ. ചില സൗഖ്യങ്ങൾ നടക്കട്ടെ, ചില മറുപടികൾ വെളിപ്പെടട്ടെ, ചില വിടുതലുകൾ ഉണ്ടാകട്ടെ, ചില വഴികൾ തുറക്കപ്പെടട്ടെ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, ചില കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, ചില അനർത്ഥങ്ങൾ അപകടങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. കർത്താവെ, ജനം വിടുവിക്കപ്പെട്ട് ദൈവസഭ ഉദ്ധരിക്കപ്പെടട്ടെ, ദൈവജനം അനുഗ്രഹിക്കപ്പെട്ട് ഞാൻ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. കർത്താവ് ഇത് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. വിശ്വാസത്തോടെ പഠിക്കണം.